ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മംസ് ലിറ്റിൽ പാൻട്രി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോയ ചങ്ക്സ് പെപ്പർ മസാല റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിടയിലൊക്കെ ഒരുപാട് പേർക്ക് ബീഫ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ബീഫ് കഴിക്കാത്തവരുണ്ടാവും, ബീഫ് കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ഈ റെസിപ്പി ചെയ്യുന്നത്. ഇത് കഴിക്കുമ്പോണ്ടല്ലോ ബീഫ് കഴിക്കുന്ന അതേ ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാനൊന്ന് മാറ്റിയിരുന്നു, മാംഗോ പൾപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് മംസ് ലിറ്റിൽ പാൻട്രി എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്. ഒന്ന് നല്ലോണം പൊതിർന്നതിന് ശേഷം നല്ലോണം പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. നല്ലോണം പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ നല്ലോണം പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചതാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മസാലാസ് ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു 1 ടേബിൾ സ്പൂൺ പെപ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഹാഫ് ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, നല്ലോണം അരച്ചെടുത്ത ഗാർലിക്കാണ്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യാം. മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, പെപ്പർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ബാക്കി പൊടികളൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല ഒക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. സോയ ചങ്ക്സ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടോ. എണ്ണ നല്ലോണം ചൂടായി, നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ടൈം നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് വെള്ളമൊന്നും ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ആ വെള്ളത്തിലിട്ട് വെച്ച അപ്പോൾ ഉണ്ടായിരുന്ന വെള്ളമില്ല, അതൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളയണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാട്ടോ ഇത്. സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായാലും ഒക്കെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മസാലാസ് എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ സോയ ചങ്ക്സിക്ക്. അപ്പോൾ ഇത് ഏകദേശം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ പാനിലേക്ക് ഞാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, അതേപോലെ തന്നെ ഹാഫ് ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒന്ന് ഇങ്ങനെ മൂത്ത് ആ ഒരു പച്ച ചുവക്ക് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം.
എന്നിട്ട് വേണം ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാൻ. അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു 2 പച്ചമുളക് കീറിയത്, അതേപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ ആദ്യം ഇട്ടാൽ നല്ലോണം വഴന്ന് വരും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇട്ടത്. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 സവാള അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 സവാള. ഇനി ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ സവാള നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യണം. കുരുമുളകൊക്കെ നമ്മൾ നേരത്തെ സോയാ ചങ്ക്സ് വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ മതി. പിന്നെ നമ്മൾ പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാള കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴന്ന് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം വേണം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഞാനിതൊരു ഒരു തക്കാളി അരിഞ്ഞതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ടൈം നമുക്ക് നല്ലോണം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് ഇത് കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാല ഒക്കെ നല്ലോണം ഒന്ന് നമ്മുടെ സോയാബീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. വെള്ളം നമ്മൾ വറ്റിച്ചു കൊടുക്കും. മസാല നല്ലോണം പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം. ജസ്റ്റ് മസാല ഒക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്.
നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ചും കൂടെ നമുക്ക് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ മല്ലിയിലയും കൂടെ ഇട്ടപ്പോൾ നല്ല സ്മെല്ല്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.